എടാ ഓണപരീക്ഷയ്ക്ക് മോഷൻ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാഫുകളാണ്. ഗ്രാഫിൽ നമുക്ക് 3 ഗ്രാഫുകളെ പറ്റി പറയുന്നുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ കാര്യം ഓർമ്മിക്കുക, ടൈം എപ്പോഴും ഏത് ആക്സിലായിരിക്കും എടുക്കേണ്ടാവുക? എക്സ് ആക്സിലാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് പൊസിഷൻ വൈ ആക്സിൽ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി വൈ ആക്സിൽ, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ വൈ ആക്സിൽ. ഈ മൂന്ന് ഗ്രാഫുകളെ പറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യാനുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കുക, ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ആക്സിൽ പൊസിഷൻ എടുക്കുന്നു, മറ്റേ ആക്സിൽ എന്ത് എടുക്കുന്നു? ടൈം എടുക്കുന്നു. പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം അഥവാ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. എന്താണ് നമ്മുടെ ഉത്തരം? വെലോസിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. രണ്ടാമത് തന്നിരിക്കുന്ന ചോദ്യം എന്താ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അടുത്ത ഗ്രാഫ് ചെയ്തിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിന്റെ ഏരിയ എടുക്കാൻ പറഞ്ഞ എന്താ? വെലോസിറ്റിനെ ടൈം കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അടുത്തേക്ക് വരികയാണെങ്കിൽ എന്താ? ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുകയും അതിന്റെ സ്ലോപ്പ് എടുത്ത് എന്താ? വെലോസിറ്റി ബൈ ടൈം. എന്താണ് ഉത്തരം? എന്താ? ആക്സിലറേഷൻ ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിനെ എക്സ് ആക്സ് കൊണ്ടായിരിക്കാം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിനെയും എക്സ് ആക്സിനെയും തമ്മിൽ ഗുണിക്കുക. ഇത് എന്തായാലും നിർബന്ധമായിട്ട് ഏത് എക്സാമിന് ഉണ്ടാവും? ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവും, എല്ലാ പരീക്ഷയിലും ഉണ്ടാവും. സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ചോദ്യം ഇടുകയാണെങ്കിൽ ഇത് എന്തായാലും ഉണ്ടാവും. അടുത്ത് പറയുന്നതിന് പോകുന്നതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഒരു വാഹനം ബ്രേക്ക് പിടിക്കുകയും ബ്രേക്ക് പിടിച്ചിട്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നോ അതിനെ വിളിക്കുന്ന പേരാണ് ഏത് ഡിസ്റ്റൻസ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണെന്ന് പറയുന്നത് d = u² ഡിവൈഡ് ബൈ 2a എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. എന്താണ് u? ഇനീഷ്യൽ വെലോസിറ്റി. നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ എ കാർ ട്രാവലിംഗ് അറ്റ് എ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 54 km/h എന്നാണ്. പ്രശ്നമാണ്. കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും? ശ്രദ്ധിക്കുക, 5/18 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് ഉത്തരം കിട്ടി. നെക്സ്റ്റ് അടുത്ത് വേണ്ട നമുക്ക് ഏതാണ്? ആക്സിലറേഷൻ ആണ്. എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റി v - u/t എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? ആക്സിലറേഷൻ. ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 15, അതിനെടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 90. ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ ഇക്വേഷൻ കിട്ടും? ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ കിട്ടും. d = 15² ഡിവൈഡ് ബൈ 2 × 15 ഡിവൈഡഡ് ബൈ 90. ഇത് കാൽക്കുലേറ്റർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉത്തരം കിട്ടി. ഇത്തരത്തിൽ നമ്മൾ മോഷൻ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റുകളും കണ്ടന്റുകളും അതിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജൂലൈ 3-ാം തീയതി 7:15 ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉള്ള ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ നിങ്ങൾ എന്ത് ചെയ്യണം? എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ആ ലൈവിലേക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. മാക്സിമം കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ കാണാം.